Welcome to Garam Masala, the magic spices of cooking. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നമുക്കിന്ന് നോക്കാം. കേക്ക് പൊങ്ങി വരാതിരിക്കുക. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ആവശ്യാനുസരണം ചേർക്കാത്തത് കൊണ്ടാകാം കേക്ക് പൊങ്ങി വരാത്തത്. അതുപോലെ തന്നെ ബേക്കിംഗ് ടിന്നിന്റെ സൈസ് നോക്കണം. കുറച്ച് കേക്ക് മിക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ വലിയ സൈസുള്ള ബേക്കിംഗ് ടിൻ ഉപയോഗിക്കരുത്. അങ്ങനെയെങ്കിൽ കേക്ക് പൊങ്ങി വരികയില്ല. അതുപോലെ തന്നെ കേക്കിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരുപാട് മിക്സ് ചെയ്യരുത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആയി വരണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഓവർ മിക്സ് ചെയ്യുകയാണെങ്കിൽ കേക്ക് പൊങ്ങി വരികയില്ല. കേക്ക് നല്ല തിളക്കം ഉണ്ടായിരിക്കുകയും ഗ്രീസി ആയിരിക്കുകയും ചെയ്യുക. കേക്കിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടർ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കേക്ക് ഗ്രീസി ആയിരിക്കും. അതുപോലെ തന്നെ ബട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഒരുപാട് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കരുത്. അങ്ങനെയെങ്കിൽ സ്വെറ്റ് ആവുകയും നമ്മുടെ കേക്ക് ഗ്രീസി ആയി മാറുകയും ചെയ്യും. അടുത്തതായി നമുക്ക് കേക്ക് ബിന്നിൽ നിന്നും കേക്ക് ഒട്ടിപ്പിടിക്കുന്നത് എങ്ങനെ തടയാമെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് കേക്ക് ബിൻ നന്നായി ഗ്രീസ് ചെയ്തെടുക്കണം. ബട്ടർ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിലും കേക്ക് ബിന്നിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഓവനിൽ നിന്നും കേക്ക് എടുത്തതിന് ശേഷം 10 മിനിറ്റ് പുറത്ത് വെക്കണം. 10 മിനിറ്റ് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ബിന്നിൽ നിന്നും കേക്ക് മാറ്റാവൂ. ഇനിയും കേക്ക് പുറത്തോട്ട് കിട്ടുന്നില്ല എങ്കിൽ കനം കുറഞ്ഞ കത്തി കൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കേക്ക് ബിന്നിൽ നിന്നും മാറ്റാം. കേക്ക് കരിഞ്ഞു പോകുക. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ കേക്ക് ബിൻ ഓവനിലോട്ട് വെക്കാവൂ. അതുപോലെ തന്നെ കേക്ക് ബേക്കായി വരേണ്ട ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് വെക്കണം. ടെമ്പറേച്ചർ നല്ല കൂടുതലാണെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ കുക്കാവുകയും അടിഭാഗവും മുകൾ ഭാഗവും കരിഞ്ഞു പോവുകയും ചെയ്യും. സെന്റർ കുക്കാകുകയുമില്ല. കേക്കിന്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേക്ക് ബിന്നിനെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വിരിക്കുന്നതും കേക്കിന്റെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. കേക്ക് കുക്കാകാതിരിക്കുക. ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഓവനിലെ ടെമ്പറേച്ചർ ആണ്. ഓവനിലെ എക്സാക്ട് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് വെക്കണം. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കേക്ക് ബേക്കായി വരികയില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കേക്ക് കരിഞ്ഞു പോവുകയും ചെയ്യും. കേക്ക് മിക്സ് സ്പ്ലിറ്റ് ആയി വരിക, അതായത് കേക്കിൽ നമ്മൾ ചേർക്കുന്ന പഞ്ചസാര, ബട്ടർ, മുട്ട ഇവയെല്ലാം വേറിട്ട് വരിക. ഇത് നമുക്ക് എങ്ങനെ തടയാം എന്ന് നോക്കാം. ബട്ടർ, പഞ്ചസാര, മുട്ട ഇവയെല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡിൽ ഇലക്ട്രിക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത ഉടൻ തന്നെ കേക്കിനെ കേക്ക് ബിന്നിലോട്ട് മാറ്റിയതിനു ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെക്കണം. അടുത്ത പ്രോബ്ലം കേക്ക് നല്ല ഡ്രൈ ആയി വരിക. ഇതിനെ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഒരുപാട് ഫ്ലോർ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കരുത്. ഇത് ഫ്ലോറിനെ വലിച്ചെടുക്കുകയും കേക്ക് ഡ്രൈ ആയി പോകുകയും ചെയ്യും. അതുപോലെ തന്നെ കേക്കിലോട്ട് ആവശ്യാനുസരണമുള്ള ബട്ടർ, എഗ് ഇവ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ. അതായത് മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓവനിലെ ടെമ്പറേച്ചറും കറക്റ്റ് ആയിരിക്കണം. അടുത്ത പ്രോബ്ലം കേക്കിന്റെ മിഡിൽ ഭാഗം താണു പോകുക. ഇതിനുള്ള പ്രധാന കാരണം ഓവൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നതാണ്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലെ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തതിനു ശേഷം കേക്ക് ബിൻ അകത്തോട്ട് വെക്കണം. പിന്നീട് ഓവൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേക്ക് താണു പോകും. ഓവനിലെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യണം. കേക്ക് മിക്സ് കൂടുതലാണെങ്കിൽ ഒരു കേക്ക് ബിന്നിൽ ബേക്ക് ചെയ്യരുത്. 2 ബിന്നിലോട്ട് മാറ്റിയതിനു ശേഷം ബേക്ക് ചെയ്തെടുക്കുക. അടുത്ത പ്രോബ്ലം കേക്ക് ഒരുപോലെ പൊങ്ങി വരുന്നില്ല എന്നതാണ്. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ കേക്കിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്ന മിക്സിലെ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കറക്റ്റായി മിക്സ് ചെയ്തെടുക്കാത്തതാണ്. വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുപോലെ യോജിപ്പിച്ചെടുക്കണം. മറ്റൊരു കാരണം ഓവനിലെ ടെമ്പറേച്ചർ ആണ്. ഓവനിൽ ടെമ്പറേച്ചർ ഒരുപോലെ സ്പ്രെഡ് ആകാതിരിക്കുകയാണെങ്കിലും കേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരികയില്ല. അടുത്ത പ്രോബ്ലം നമ്മുടെ കേക്ക് താണു പോകുക എന്നതാണ്. അതിനുള്ള പ്രധാന കാരണവും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കേക്ക് ബാറ്റർ ആണ്. ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്
തണുത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് താണുപോകും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പുറത്തു വെക്കണം. റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയതിനു ശേഷം മാത്രമേ കേക്ക് ബാറ്റർ തയ്യാറാക്കാവൂ. ഓവർ മിക്സ് ചെയ്യുകയാണെങ്കിലും കേക്ക് താണു പോകാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും ഒന്ന് കമ്പൈൻ ആയി വന്നാൽ മതി, ഓവർ മിക്സ് ചെയ്യരുത്. സ്പാച്ചിലയ്ക്ക് പകരമായി ഇലക്ട്രിക് വിസ്കും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സ്പീഡ് കുറച്ച് മാത്രമേ മിക്സ് ചെയ്യാവൂ. കേക്ക് സോഫ്റ്റ് അല്ലാതിരിക്കുക, അതായത് നമ്മുടെ കേക്ക് നല്ല ഹാർഡ് ആയിരിക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ കേക്കിനെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി വരും. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ കേക്ക് ഹാർഡായി വരും. കേക്ക് നനവോടെ ഇരിക്കുക. കേക്ക് തണുക്കുന്നതിന് വേണ്ടി കേക്ക് ബിന്നിൽ തന്നെ വെക്കുമ്പോഴാണ് കേക്ക് നനഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ് പുറത്തു വെച്ചതിന് ശേഷം നമുക്ക് കേക്കിനെ ഒരു വയർ മെഷിലോട്ട് മാറ്റാം. കേക്ക് വിണ്ടുവരിക. ഈ കേക്ക് വിണ്ടുവരാനുള്ള പ്രധാന കാരണം ഓവനിലെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ്. പ്രോപ്പർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, അങ്ങനെയെങ്കിൽ കേക്ക് വിണ്ടുപോവുകയില്ല.